ഹലോ ഷാലോ, ദ ബുക്ക് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡിന്റെ പുത്തൻ താളുകളിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഹെലൻ എന്ന 17 വയസ്സുകാരി പെൺകുട്ടി ഉപരിപഠനത്തിനുള്ള വക കണ്ടെത്തുവാൻ അവൾ ജോലി ചെയ്യുന്നത് ഒരു റെസ്റ്റോറൻറ്റിലാണ്. അപ്രതീക്ഷിതമായി അവൾ ആ റെസ്റ്റോറൻറ്റിന്റെ ഫ്രീസിംഗ് കോൾഡ് റൂമിൽ പെട്ടുപോകുന്നു. ഭക്ഷണ സാധനങ്ങൾ കേടുവരാതെ സൂക്ഷിക്കുന്നിടമാണ്. ജീവനുള്ള മനുഷ്യ ശരീരത്തിന് അവിടെ നിലനിൽക്കാൻ പ്രയാസമാണ്. ഹെലൻ ജീവനു വേണ്ടി കൊതിക്കുമ്പോൾ അവളെ സ്നേഹിക്കുന്നവർ അവൾ ഉണ്ടാകാനിടയുള്ള ഇടങ്ങളിലെല്ലാം അവളെ തേടിപ്പോകുന്നു. സാധ്യതകൾ തീരെ ഇല്ലാതിരുന്നിട്ടും ഹെലൻ ഷോപ്പിംഗ് മോൾ വിട്ട് പുറത്തു പോയിട്ടില്ല. മറ്റെവിടെയും അവളെ തിരയേണ്ട, ജോലി സ്ഥലത്ത് തന്നെ അവൾ ഉണ്ട് എന്ന് തീർച്ചപ്പെടുത്തുന്നത് ജോലി സ്ഥലത്തെ അവളുടെ സുഹൃത്തുക്കളോ മേലധികാരികളോ അല്ല, ആ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ വാച്ച്മാനാണ്. അദ്ദേഹം ഇത് പറയാൻ കാരണം മുടങ്ങാതെ അവൾ കൊടുത്തിരുന്ന പുഞ്ചിരി അന്നു വൈകിട്ട് അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല എന്നുള്ള ഉറപ്പാണ്. ജസ്റ്റ് പോസ് ഫോർ എ മൊമെന്റ് ആൻഡ് റികളക്ട്. നമ്മുടെ ഒരു ദിവസത്തിന്റെ പ്രഭാതം മുതൽ രാത്രി നമ്മൾ ഉറങ്ങാൻ പോകുന്നത് വരെ എത്രയോ മനുഷ്യരാണ് അറിഞ്ഞും അറിയാതെയും നമ്മളെ സഹായിക്കുന്നത്. രാത്രി യാത്രയിൽ നമ്മളെ സുരക്ഷിതരായി ലക്ഷ്യസ്ഥാനങ്ങളിൽ എത്തിക്കുന്ന ഡ്രൈവർമാർ മുതൽ തിരക്കേറിയ നടപ്പാതകളിൽ നമുക്ക് വേഗത്തിൽ മുൻപോട്ട് പോകുവാൻ വശം മാറി തന്നവർ വരെ ഇതിൽപ്പെടും. എല്ലാ ദിവസവും നമ്മൾ കാണുന്ന, എന്നാൽ ഒരിക്കൽ പോലും നന്ദി പറഞ്ഞിട്ടില്ലാത്ത, നമ്മുടെ നന്ദി അവർക്ക് ആവശ്യമില്ലെന്ന് പോലും നമ്മൾ കരുതിയിട്ടുള്ള ഒരുപാട് മനുഷ്യർ നമുക്ക് ചുറ്റുമില്ലേ? ദ ബുക്ക് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഇന്നത്തെ താളുകൾ ആ വ്യക്തിക്ക് കൊടുത്താലോ? ശാന്തമായിരുന്ന് എത്ര നാളായി, എത്രമാത്രം നന്മകളാണ് നിശബ്ദമായി ആ വ്യക്തി നമുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നെഴുതി ഹൃദയപൂർവ്വം നന്ദി പറഞ്ഞാൽ ഇന്നത്തെ ഗ്രാറ്റിറ്റ്യൂഡ് ലെറ്റർ പൂർത്തിയാക്കാം. നന്മ നശിക്കാത്ത ഒരു കൂട്ടം മനുഷ്യരുടെ നടുവിലാണ് എൻ്റെ ജീവിതം എന്ന സത്യം മറക്കാതെ ചുറ്റുമുള്ള ഒരു 5 പേരിലേക്കെങ്കിലും ഇന്ന് മെസ്സേജ് എത്തിക്കാൻ മറക്കണ്ട. നന്മ വളരട്ടെ. റിമെമ്പർ, ലൈഫ് ചേഞ്ചസ് വെൻ ഗ്രാറ്റിറ്റ്യൂഡ് ബിഗിൻസ്.